പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവിൻ ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ ഒരു ഭരണാധികാരി വന്ന് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ മകൾ മരിച്ചുപോയി. എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ പറയുകയാണ്, നീ വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും എന്ന വിശ്വാസത്തോടു കൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഉടനെ യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളിച്ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. അപ്പോൾ അവൾ പൂർണ്ണമായും അവൾ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ താൻ സുഖം പ്രാപിക്കും എന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. എന്നിട്ട് കർത്താവിൻ്റെ പിന്നാലെ കൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിക്കുകയും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമുള്ളവളായി തീരുകയും ചെയ്തു. അപ്പോൾ യേശു അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരുവിധം എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും അവസാനം കർത്താവ് പറയുന്ന ഒരു വാക്യമാണിത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ രോഗശാന്തിക്കും കർത്താവിലുള്ള വിശ്വാസം, കർത്താവിന് നമ്മളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ വിളി കേൾക്കുകയും നമ്മളെ സ്പർശിക്കുകയും നമ്മളെ സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് കഴിഞ്ഞ് യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അവൻ കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഈ കുഴലൂത്തുകാരെ കൊണ്ടും ഈ ബഹളം വയ്ക്കുന്നവരെ കൊണ്ടുമൊക്കെ ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിബിഡമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ദേവാലയത്തിനകത്ത് പ്രാർത്ഥനകൾ നടക്കുമ്പോൾ
രോഗശാന്തികളും അത്ഭുതങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാരണം അവിടെ ബഹളങ്ങളാണ്. യഥാർത്ഥ പ്രാർത്ഥന പലപ്പോഴും നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഈ ഷോമെൻ അവരുടെ കൂടെ കർത്താവിന് യാതൊരു പ്രതിപത്തിയും ഇതിലൊന്നുമില്ല. നിങ്ങൾ എത്ര മണിക്കൂർ പടക്കം പൊട്ടിച്ചെന്നോ, എത്ര കാഹളം ഊതിയെന്നോ, മറ്റേ ഡാൻസ് മറിച്ച ഡാൻസ്, വിവിധ വോളിയത്തിലും രീതിയിലുമുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിലൊന്നും കർത്താവിന് താല്പര്യമില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പലപ്പോഴും ദേവാലയങ്ങൾ ശബ്ദമുഖരിതമാകുന്നു. പ്രാർത്ഥനകൾ കൊണ്ടല്ല, ആരാധനകൾ കൊണ്ടല്ല, കാഹളം ഊതുന്നവരുടെ, കുഴലൂത്തുകാരെ കൊണ്ട് ഇത് ശബ്ദനിബിഡമാകുന്നു. അതുകൊണ്ട് പലപ്പോഴും അവിടെ അത്ഭുതങ്ങൾ നടക്കാതെ പോകുന്നു. മെയിനായിട്ട് ഒരു കാര്യം കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുവെന്നും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ ആ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവവും ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച യേശു കർത്താവിന് നമ്മളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിനെ വിളിച്ചാൽ അവൻ തലചായ്ച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമുക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്യും എന്ന് ഈ വചനങ്ങൾ വളരെ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ ഒരു സാക്ഷ്യമെന്നോണം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമുക്ക് നിരീക്ഷിക്കാം. എത്ര ഘട്ടങ്ങളിൽ ആത്മാർത്ഥമായി കർത്താവിനെ വിളിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ പോയിട്ടുണ്ടോ? എൻ്റെ ജീവിതമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോയിട്ടില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീടിനടുത്ത് വലിയ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. വലിയ ഒരു രോഗശാന്തി നടന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കട്ടെ. അതിനു മുമ്പ് അത് പ്രസിദ്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ച ഒരു മകളുടെ വലിയൊരു അസുഖം പിന്നീട് ചെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, എല്ലാം മാറിയിരിക്കുന്നു. അപ്പം അതിന് ആധികാരികത വന്നിട്ടില്ല. അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വിവരം അറിയാം. അപ്പോൾ വചനമനുസരിച്ച് വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് രോഗശാന്തിയിലും നമുക്ക് അങ്ങനെയുള്ള അത്ഭുതങ്ങളിലും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ കാര്യങ്ങൾ നടത്തി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. കർത്താവെ, അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.